ഫാക്ച്വലി നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ തുടങ്ങിയെങ്കിലും അതിൽ സത്യം ഇല്ല. കാരണം വിമാനങ്ങൾ, പ്രത്യേകിച്ച് പ്രൈവറ്റ് എയർലൈൻസും എല്ലാ വിമാനങ്ങളൊക്കെ കൂടുതൽ വന്നു തുടങ്ങിയത് ഏകദേശം 99, 2000, 2001 സമയത്തൊക്കെയാണ് പ്രൈവറ്റ് എയർലൈൻസും ഇന്ത്യൻ എയർലൈൻസ് തന്നെ ഇഷ്ടംപോലെ വന്നു തുടങ്ങിയത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ ഇത് നോക്കിയാലും മൊബൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ 99, 2000 തൊട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് നടന്ന 62 യുദ്ധം, 65 യുദ്ധം, ഇതുപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 100 പേര് ഒറ്റ ഓപ്പറേഷൻസിൽ മരിച്ചുപോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ 100 പേര് 100 ഗ്രാമങ്ങൾ ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ 96 സമയത്തിൽ ഞാൻ എന്റെ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ മരണം ഉണ്ടായപ്പോൾ അന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരൊറ്റ ഫ്ലൈറ്റേ ഉള്ളൂ. ആ ഫ്ലൈറ്റിൽ കയറി പറ്റിയാൽ കയറി പറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ വരാൻ പറ്റില്ല. അപ്പോൾ അന്ന് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇത്രയും ആളുകളുടെ വീട്ടിലേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എയർഫോഴ്സ് നിന്ന് ഓരോ വിമാനങ്ങൾ അയക്കുക, ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. അപ്പൊ പ്രാക്ടിക്കലി അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. 99 കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്താണ് പ്രൈവറ്റ് വിമാനങ്ങളും, എല്ലാം പ്രൈവറ്റ് വിമാനത്തിലല്ല പോകുന്നത്, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നു. അത് അങ്ങനെ ഗവൺമെന്റ് പട്ടാളക്കാരെ യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഉപയോഗിച്ചു. അതായത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ചെറിയ കുഴി വെട്ടി അവനെ അതിന്റെ ഉള്ളിലേക്ക് അടക്കുക. ഞാൻ പറയട്ടെ, അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാത്തവരെയും അവരുടെ കുടുംബത്തെ അറിയിച്ച് പ്രത്യേക ട്രെയിനിനാണെങ്കിലും വിമാനത്തിനാണെങ്കിലും അവരെ ആ സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെലവ് മുഴുവൻ ഗവൺമെന്റ് വഹിക്കുകയും അവിടെ ചെന്ന് ഏറ്റവും വീരോചിതമായിട്ടുള്ള രീതിയിൽ അവിടെ അവരുടെ ശവസംസ്കാരം നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്.